സന്തുഷ്ട കുടുംബം. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള ദിനങ്ങളിൽ ഒരുമിച്ച് ചിന്തിക്കാം. ദൈവവചനത്തിൽ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അതിപ്രധാനപ്പെട്ട ചില ചിന്തകൾ വരും ദിവസങ്ങളിൽ നാം ഒരുമിച്ച് പങ്കിടാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കർത്താവിന്റെ മടങ്ങിവരവ് എന്ന വിഷയത്തെക്കുറിച്ച് നാം ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇനിയുള്ള ചില ദിവസങ്ങൾ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ആകയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമായ ആളുകളോട് ദയവായി ഒന്ന് പറയുക. മറ്റൊരു പുതിയ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. കേൾക്കാൻ ആളുകളെ ഉത്സാഹിപ്പിക്കുക. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് സഹകരിക്കാവുന്ന പല മേഖലകളുണ്ട്. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ സഹകരിക്കാം. ഒന്ന്, ടെലിവിഷൻ ഇല്ലാത്ത നിങ്ങളുടെ അയൽക്കാരനെ അല്ലെങ്കിൽ കേബിൾ ഇല്ലാത്ത അയൽക്കാരികളെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വീട്ടിലേക്ക് ക്ഷണിക്കാം. ഒരു കൂട്ടായ്മ രാവിലെ നിങ്ങൾ ഈ പ്രോഗ്രാമിന് മറ്റുള്ളവരെ വിളിക്കുക. രണ്ട്, നിങ്ങളുടെ സ്വന്തം ബന്ധ ആളുകളെ ടെലിഫോൺ ചെയ്ത് ഈ പ്രോഗ്രാം കാണാൻ ഉത്സാഹിപ്പിക്കുക. മൂന്ന്, നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഒരു സമയത്തെങ്കിലും ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാല്, ഇതിന്റെ ചിലവ്, ഇതിന്റെ ഈ പ്രോഗ്രാം എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. എന്നോട് ചില ആളുകൾ ഇതിന്റെ ചെലവ് എങ്ങനെയാണ് നടക്കുന്നത്, ഇതിൽ ഞങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നുവരെ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നോടൊപ്പമുള്ള ചില സഹോദരന്മാരാണ് ഇതിന്റെ സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നത്. സുവിശേഷ വേലയെ സ്നേഹിക്കുന്ന, ബൈബിളിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ചില പാവപ്പെട്ട സഹോദരി സഹോദരന്മാർ അവർ കാണിച്ച കൂട്ടായ്മ സഹകരണം കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇതുവരെ മുടങ്ങാതെ നടക്കുന്നത്. ഇതിനുവേണ്ടി ചെറുതും വലുതുമായ പൈസ സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള എല്ലാ മാന്യ ഞങ്ങളുടെ മിത്രങ്ങളെയും ഈ സമയത്ത് നന്ദിയോടുകൂടെ ഓർക്കുകയും കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഈ പ്രത്യേക അവസരത്തിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായും ഇതിൽ പങ്കെടുക്കാൻ കഴിയും. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെലവില്ലാത്ത രണ്ട് കാര്യമാണ്. ഒന്ന്, പ്രാർത്ഥിക്കുക. രണ്ട്, മറ്റുള്ളവരെ ഇത് കേൾക്കാൻ ഉത്സാഹിപ്പിക്കുക. ഏറ്റവും പ്രധാനമായ കാര്യം ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങൾക്ക് അവിടുത്തെ വചനം ധ്യാനിപ്പാൻ തന്ന സമയത്തിനായിട്ട് സ്തോത്രം. ദൈവവചനം ഗ്രഹിപ്പാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ വിഷയം നിന്റെ ജനത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവെന്നുള്ള വിഷയം ഭാവികാല വിഷയമാണെങ്കിൽ, കുടുംബജീവിതം എന്ന വിഷയം വർത്തമാനകാല ഒരു വിഷയമാണ്. വിശേഷാൽ ഈ പ്രസംഗം, ഈ മെസ്സേജ് ഒരു ഗ്രൗണ്ടിലോ ഒരു പള്ളിയിലോ അല്ല നടക്കുന്നത്, വീട്ടിലാണ് നടക്കുന്നത്. അതെ, അപ്പൻ അമ്മ, ഭാര്യ ഭർത്താവ്, മക്കൾ കൊച്ചുമക്കൾ, അമ്മായിയമ്മ മരുമകൾ, ഇങ്ങനെ വീട്, ബെഡ്റൂം, ഡ്രോയിങ് റൂം, കിച്ചൺ, ഈ ഒരു കൊച്ചു സർക്കിളിന് അകത്തുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. ചില ഭാഗങ്ങൾ നിങ്ങളെ ഒരുപക്ഷെ വേദനിപ്പിച്ചേക്കാം, ചില ഭാഗങ്ങൾ നിങ്ങളെ ചിരിപ്പിച്ചേക്കാം, ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ആശ്വാസമായേക്കാം. എന്തിനാണ് വീട്ടുകാര്യത്തിൽ ഉപദേശം ഇടപെടുന്നതെന്നും ചിലപ്പോൾ തോന്നിയേക്കാം. എങ്കിലും അല്പ വീട്ടുകാര്യമായിരിക്കും നാം അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തെ കഥാപാത്രങ്ങൾ പ്രധാനമായും ഭാര്യ, രണ്ടാമത്തെ കഥാപാത്രം ഭർത്താവ്, അടുത്ത കഥാപാത്രം അപ്പൻ അമ്മ, മക്കൾ മരുമക്കൾ, ഇതെല്ലാം ഇതിനകത്ത് വരും. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വേദപുസ്തകം പരിശോധിച്ചപ്പോൾ, ബൈബിൾ പരിശോധിച്ചപ്പോൾ മുഖ്യ കഥാപാത്രം ഭാര്യ തന്നെയാണ്. പക്ഷെ സ്ഥാനം കൊണ്ട് ഒന്നാം സ്ഥാനം ഭർത്താവിനാണ്. പക്ഷെ ഇതിനകത്തെ പ്രധാന റോളിലൊക്കെ അഭിനയിക്കുന്നത് ഭാര്യ എന്ന കഥാപാത്രമാണ്. നമുക്കറിയാം, ഒരു വീടെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു പ്രാവശ്യം ചെല്ലുമ്പോഴേ നമുക്ക് ആ വീടിനോടുള്ള ഒരു അടുപ്പമോ അകൽച്ചയോ ഉണ്ടാക്കുന്നത് ആ വീട്ടിലെ കുടുംബിനിയുടെ പെരുമാറ്റത്തിൽ നിന്നാണ്. ഒരു പക്ഷേ ആ ഭർത്താവ് നല്ല മനുഷ്യനായിരിക്കും, നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷെ വീട്ടിലുള്ള ആളുകളുടെ പെരുമാറ്റം സുഖകരമല്ലെങ്കിൽ, ഹാപ്പി മൂഡ് അല്ലെങ്കിൽ സന്തോഷമുള്ള മുഖമല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പിന്നീട് ആരും അടുക്കത്തില്ല. വീട്ടിൽ വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയോ വൃത്തിയായിട്ട് പെരുമാറുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ആ വീട്ടിലുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആ വീട് ഒരു അനുഗ്രഹമായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങൾ
ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടി വരും. നിങ്ങൾക്കറിയാമോ, കുടുംബ തകർച്ച വർദ്ധിച്ചിരിക്കുക. കുടുംബ കോടതികളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ചുരുങ്ങിയ കാലം നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള ഒരു പത്രവാർത്ത എൻ്റെ ഡയറിയിൽ കിടപ്പുണ്ട്. അദ്ദേഹം ഭാര്യയുമായിട്ടുള്ള വഴക്ക് കോടതിയിലെത്തി പല പ്രാവശ്യം. ഒടുവിൽ വിധി വന്നു, പിരിഞ്ഞു പോകാൻ വിധി വന്നു. വിധി ഇങ്ങനെയാണ്, ഈ കുഞ്ഞിന്റെ കാര്യത്തിലുള്ള വിധിയാണ് ഞാൻ എടുത്തു പറയുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ ദിവസങ്ങളിൽ കുഞ്ഞ് അപ്പന്റെ കൂടെയും, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അമ്മയുടെ കൂടെയും. എത്ര ഭയങ്കരമാണ് ആ വിധി! ഇവിടെ ആരാണ് വേദനിച്ചത്? ആരാണ് ജയിച്ചത്? ആരാ തോറ്റത്? ഇവിടെ ആരും ജയിച്ചില്ല കേട്ടോ. ഇവിടെ എല്ലാവരും തോക്കുകയായിരുന്നു. ആർക്കാണ് നഷ്ടം വന്നത്? ആ കുഞ്ഞിനാണ് നഷ്ടം വന്നത്. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? നിരപരാധിയായ കുഞ്ഞ് ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് വേറെ ചില നല്ല മനുഷ്യർ ഇടപെട്ട് ഒരു ചർച്ച കൂടെ നടത്തി അവരൊരുമിച്ച് പാർക്കാൻ തീരുമാനിച്ചു. അതും പത്രത്തിൽ വന്നു. ആ പേപ്പറിൽ വന്ന വാർത്ത ഞാൻ വെട്ടിയെടുത്തു വെച്ചു. വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, അപ്പൻ മന്ത്രിയായിരുന്നു, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, ആവശ്യത്തിലധികം പണമുണ്ട്, നല്ല കലാകാരൻ, കഴിവുള്ള മനുഷ്യൻ, ഓക്കെ, എല്ലാം കൊള്ളാം. പക്ഷെ ഫാമിലി ലൈഫിൽ പരാജയപ്പെട്ടു. കുടുംബജീവിതം പരാജയം. ആ കേസ് പിന്നീട് എന്തായിന്ന് അറിയില്ല. കോടതി വന്നു, പത്രത്തിൽ വന്നു, മാത്രം നമ്മൾ വായിച്ചു. ഇങ്ങനെ ദിനംതോറും കുടുംബ തകർച്ച നാം ഒരു വാർത്തയല്ലേ മറ്റൊരു വാർത്ത വായിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഉണ്ട്. കുടുംബം എന്ന വിഷയം വരുമ്പോൾ മതമില്ല, ജാതിയില്ല, പള്ളിയില്ല, പട്ടക്കാരനില്ല. കുടുംബം, മനുഷ്യനുണ്ടോ? കുടുംബമുണ്ട്. മൃഗങ്ങൾക്കതില്ല. മൃഗങ്ങൾക്കൊരു താൽക്കാലിക ബന്ധം മാത്രമേ ഉള്ളൂ, കുടുംബ സംവിധാനമില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ കുടുംബത്തിന് ഭയങ്കര വില കൊടുക്കുന്നവനാണ്. വാസ്തവത്തിൽ കുടുംബമാണ് ഏറ്റവും മെയിൻ യൂണിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറയും, അത് കഴിഞ്ഞ് പിന്നെ മുകളിലേക്ക് പോകും. പക്ഷേ കുടുംബമാണ് ഇതിനകത്ത് പ്രധാന ഘടകം. കുടുംബമില്ലാത്തവന് ഒന്നുമില്ല. ഇത് നഗ്ന സത്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം. മനുഷ്യ, നീ നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങി വരിക. ഇത് ഞാൻ നിങ്ങളോട് വളരെ ഗൗരവമായിട്ട് ഓർപ്പിക്കാൻ വരും ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നു നമുക്ക് നോക്കാം. 128 സങ്കീർത്തനം നിങ്ങൾക്കൊന്ന് എടുക്കാമോ? 618 പേജ് ഞാൻ വായിക്കാം, ദയവായി ശ്രദ്ധിക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ടെലിവിഷനിൽ വന്നിരിക്കുകയാണ്. അപ്പനും അമ്മയും മക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും അമ്മയും മകളും അമ്മായിമ്മയും മരുമകളും എല്ലാവരും ഒരുമിച്ച് ഈ പ്രോഗ്രാം കാണുന്നുണ്ടോ? പിണങ്ങിയിരിക്കുകയാണെങ്കിൽ സാരയില്ല, പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് കാണണം പ്ലീസ്. ഞാൻ വീടുകൾ സന്ദർശിക്കുന്ന ആളാണ്, ഞാനൊരു ചർച്ച് നടത്തുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ധാരാളം വീടുകളിൽ അടുത്ത പരിചയവും ബന്ധവുമുണ്ട്. ഒരുപാട് കുടുംബങ്ങളിലെ സന്തോഷത്തിലും ദുഃഖത്തിലും വഴക്കിലും ഇണക്കത്തിലും പിണക്കത്തിലും ഒക്കെ ഞങ്ങൾ പങ്കുകാരായിട്ടുണ്ട്. ചിലതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഉള്ളതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിലും ദൈവത്തിന്റെ വെളിച്ചത്തിലും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കുടുംബ കോടതി പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വചനത്തിന് മുമ്പിലേക്ക് വരൂ. ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടെലിവിഷന് മുമ്പിലേക്ക് വരൂ. സ്ത്രീധനം തരാത്തതിന്റെ കാരണത്താൽ ഭാര്യയെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഭർത്താവ്, ദയവേത് ഈ വചനം കേൾക്ക്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വചനം കേൾക്കുക. ഭർത്താവിനോട് എപ്പോഴും അധികം പ്രസംഗം സംസാരിച്ച് അയാളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഭാര്യ, ദയവായി അരമണിക്കൂർ ശാന്തമായിരുന്ന ഈ വചനം കേൾക്കുക. മദ്യപാനിയായ ഭർത്താവിന്റെ പീഡനം സഹിച്ച് വിഷമിക്കുന്ന പല സ്ത്രീകളുണ്ട്. പക്ഷേ ചിലരോട് എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി, അയാളെ മദ്യപാനിയാക്കിയത് ഈ സ്ത്രീയാണ്. പക്ഷെ അവരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും പരിചയിച്ചുമുള്ളതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ഈ ഒരു സന്ദേശം നിങ്ങളോട് പറയേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ മനസ്സിലാക്കി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാനതിന്റെ മുഖവുര പറയുകയാണ്. 128 സങ്കീർത്തനം നമുക്കൊരുമിച്ച് നോക്കാം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന അവന് ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും.
യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. എത്ര മനോഹരമായൊരു ഗീതമാണല്ലേ! ഇസ്രായേലിലെ മനോഹര ഗായകന്മാരിൽ ഒരുവൻ എഴുതിയ ഒരു അതിപുരാതനമായ അതിമനോഹരമായ ഒരു ഗീതം. ഇതൊരു ഫാമിലി സോങ് ആണ്. ഇതൊരു അനുഗ്രഹ ഗീതമാണ്. ഇതൊരു കുടുംബ പ്രാർത്ഥനയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് സ്വർണം, വെള്ളി, കുരുമുളക്, റബ്ബർ, കൊക്കോ, ഏലം, തേക്ക്, ഈട്ടി ഒന്നുമല്ല. അതൊന്നും ഇവിടെ ഇല്ല. ഡോളറും ഇല്ല, കറൻസി ഇല്ല. ഞാനും നിങ്ങളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഞാനും നിങ്ങളും പ്രധാനമെന്ന് കരുതുന്ന ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദൈവാനുഗ്രഹമാണ്. ദൈവാനുഗ്രഹം. 2-ാം വാക്യം, നീ ഭാഗ്യവാൻ. ഒരു കുടുംബനാഥനോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. എന്താണ് ഭാഗ്യം? എന്താണ് നന്മ? നിന്റെ ഭാര്യ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ നന്മ എന്ന് പറയുന്നത് അവന്റെ ഭാര്യയാണ്. ഒരു മനുഷ്യന്റെ ഭാഗ്യം എന്ന് പറയുന്നത് അവന്റെ ഭാര്യയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഈ സത്യം ചിലർക്ക് തലവേദന ഉണ്ടാക്കും, ചിലർക്ക് അസൂയ ഉണ്ടാക്കും, ചിലർ നെഗളം ഉണ്ടാക്കും. ഒരിക്കൽ മുളന്തുരുത്തിയിൽ നടന്നൊരു കല്യാണത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ ചർച്ചിലെ മെമ്പറോ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങളോടും ഉപദേശങ്ങളോടും യോജിക്കാത്ത സമൂഹത്തിൽപ്പെട്ട കല്യാണമല്ലേ, ധാരാളം മതങ്ങൾ വരുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു കുടുംബം, അയാളുടെ ഭാര്യ എന്റെ പ്രസംഗം കേട്ടു തുടങ്ങിയപ്പോൾ ഭർത്താവിനെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വിളിച്ചു, തോണ്ടി വിളിച്ചിട്ട്, കേട്ടോ കേട്ടോ, ശരിക്ക് കേക്ക്, നിങ്ങളോടാ പറയുന്നത്, ശരിക്ക് കേക്ക്. ഇത് ഈ സ്ത്രീ പറയുന്നത് എന്റെ ഭാര്യ അടുത്തിരുന്ന് കേട്ടു. പല പ്രാവശ്യം ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു. കാരണം ഞാൻ അവിടെ ഈ ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരു മനുഷ്യന്റെ ഭാഗ്യം അവന്റെ ഭാര്യയാണ്. ഒരു മനുഷ്യന്റെ നന്മ നല്ല ഭാര്യയാണ്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഭാര്യയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഉപദ്രവിക്കരുത്, റെസ്പെക്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സ്ത്രീ അവർ തമാശയിലാണെങ്കിൽ പോലും ഭർത്താവിനെ തോണ്ടിയിട്ട് പറയുകയാണ്, ശരിക്ക് കേക്ക്, നിങ്ങളോടാണ് പറയുന്നത്. ഇതെന്റെ ഭാര്യ അടുത്തിരുന്ന് കേട്ടു. പല പ്രാവശ്യമായപ്പോൾ ഈ മനുഷ്യൻ, ബുദ്ധിമാനായ ആ മനുഷ്യൻ, പക്വമതിയായ മനുഷ്യൻ ശാന്തമായി പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് ഇതിന്റെ മറുവശവും പറയാൻ സാധ്യതയുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നിനക്കുള്ളത് വരും എന്ന് പറഞ്ഞു. കറക്റ്റായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മറുഭാഗം പറഞ്ഞു. 2-ാം ഭാഗം പറഞ്ഞപ്പോൾ സ്ത്രീയുടെ മുഖം വാടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഇത് ബാധിക്കും. നിങ്ങളെല്ലാവരും ഇത് ബാധിക്കും. ഭാര്യയെ ബാധിക്കും, ഭർത്താവിനെ ബാധിക്കും, മക്കളെ ബാധിക്കും, അമ്മയെ ബാധിക്കും, അപ്പനെ ബാധിക്കും, വല്യപ്പച്ചനെ ബാധിക്കും. എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ വീടിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. നോക്കുക തിരുവചനം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നവന് ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവും. ദൈവാനുഗ്രഹമുള്ള ഒരു വീട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഒന്നുകൂടെ വചനം നോക്കൂ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവാനുഗ്രഹമുള്ള ഒരു വീട്. എന്താണ് അതിന്റെ ലക്ഷണം? ആ വീട്ടിലെ സെറ്റുകളെല്ലാം ഈട്ടിക്കൊണ്ടുള്ളതാണ് എന്നിവിടെ എഴുതിയിട്ടില്ല. ആ വീട്ടിലെ ഫ്രിഡ്ജൊക്കെ വളരെ വലുതാണ് എന്നിവിടെ എഴുതിയിട്ടില്ല. ആ വീട്ടിൽ 3 കാർ ഷെഡുണ്ട്, 3ലും കാറുകളുണ്ട് എന്നും ഇവിടെ എഴുതിയിട്ടില്ല. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ? നോക്കൂ. നിന്റെ ഭാര്യ സുബോധമുള്ളതും പരിജ്ഞാനമുള്ളതുമാണ് എങ്കിൽ അത് ദൈവാനുഗ്രഹമാണ്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവും. എങ്ങനെ? ഒരു നല്ല കുടുംബത്തോടുകൂടി അനുഗ്രഹിക്കപ്പെട്ടവനാവും. ഒരു നല്ല ഭാര്യയോടുകൂടി അനുഗ്രഹിക്കപ്പെട്ടവനാവും. നല്ല മക്കളോടുകൂടി അനുഗ്രഹിക്കപ്പെട്ടവനാവും. പൊന്നു കൂടപ്പുറപ്പേ, നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ എസ്റ്റേറ്റിന്റെ ഉടമയാണെങ്കിലും
കുടുംബത്തെ അവഗണിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ, ഭാര്യയെ ശ്രദ്ധിക്കാത്ത, ആദരിക്കാത്ത, അംഗീകരിക്കാത്ത ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ആദരിക്കുകയില്ല. നിങ്ങളായിരിക്കും ഈ നാട്ടിലെ ഏറ്റവും നിർഭാഗ്യൻ. നിങ്ങളുടെ റബ്ബറിന്റെ ആ പുകപ്പുരയിൽ കിടക്കുന്ന റബ്ബർ ഷീറ്റുകൾ നിങ്ങളെ കഷ്ടകാലത്ത് സഹായിക്കില്ല കേട്ടോ, സഹായിക്കില്ല. നിങ്ങൾ ഏറ്റവും ഒടുവിൽ വളരെ കരയേണ്ടി വരും, വളരെ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് കുടുംബത്തിലേക്ക് മടങ്ങി വരിക. കുടുംബം നന്നായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവവചനത്തിലൂടെ നിങ്ങളോട് പങ്കിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു കീർത്തനത്തിൽ നിന്ന് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കും. ഇവിടെ ഇതിനൊരു തുടക്കമുണ്ട്. തുടക്കം ഇതാണ്: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവനോട് പറയുകയാണ്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്ന് പറഞ്ഞാൽ, നീ അധ്വാനിച്ചുണ്ടാക്കിയത് നീ തിന്നും, നിന്റെ മക്കളും തിന്നും, നിന്റെ കൊച്ചുമക്കളും തിന്നും. ബൈബിളിലെ ഭാഷ സിമ്പിളാണ്. അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടി വരികയില്ല, അത് ആശുപത്രി കൊടുക്കേണ്ടി വരികയില്ല, അത് കൈക്കൂലിയായിട്ട് പോകേണ്ടി വരികയില്ല, അത് കള്ളനും കൊണ്ടുപോവുകയില്ല. നീ തിന്നും, നിന്റെ മക്കൾ തിന്നും, നിന്റെ കൊച്ചുമക്കൾ തിന്നും. നോക്കൂ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. എന്റെ ഈ സന്ദേശം കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം പറയാം: പണം ഉണ്ടാക്കിയാൽ പോരാ, അത് അനുഭവിക്കാൻ യോഗം വേണം. അത് നിന്റെ മക്കൾക്ക് കിട്ടണം. അത് മെഡിക്കൽ കോളേജിലേക്കല്ല പോകേണ്ടത്. ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, വിട്ടുവീഴ്ചയില്ലാതെയും അതിബുദ്ധി കാണിച്ചും അനീതി ചെയ്തും അഴിമതി ചെയ്തും ഉണ്ടാക്കിയ പണം കുഞ്ഞുങ്ങളുടെ കാലത്ത് വെള്ളപ്പൊക്കം വന്ന് കുത്തിയൊലിച്ചു പോയതുപോലെ മുഴുവൻ നഷ്ടപ്പെടുകയും കടം കയറി നാട് വിട്ടു പോവുകയും ചെയ്യുന്ന കഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവിടെയാണ് ഈ വാക്യം പറയുന്നത്: നിന്റെ അധ്വാന ഫലം നീ തിന്നും എന്ന് പറഞ്ഞാൽ, കുറച്ചേ ഉണ്ടാക്കിയുള്ളെങ്കിലും ഉള്ളത് നിന്റെ കൈ നിൽക്കും, അത് നിന്റെ മക്കൾക്ക് ലഭിക്കും. അതേ സമയത്ത് വ്യവസ്ഥ വിട്ടുണ്ടാക്കും, അപ്പൊ തോന്നും കുറേ ഉണ്ടാക്കിയെന്ന്. പക്ഷെ അത് മക്കൾക്ക് കിട്ടില്ല. വേണ്ട, മക്കൾക്ക് നിന്നെ വേണ്ടാതെ വരുമല്ലോ. നീ ഉണ്ടാക്കി വെച്ചതെല്ലാം പിന്നെ ആർക്കാകും? ഈ വ്യാജ സങ്കല്പത്തിൽ നിന്ന് നാം പുറത്തു വരണം. ഇന്നത്തെ സമൂഹത്തിന്റെ വഴിവിട്ട ഈ പോക്കിനകത്ത് ആളുകളൊക്കെയും ഒരർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ട് ഓടുകയാണ്. ശാന്തമായി ശ്രദ്ധിക്കൂ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. അപ്പോൾ നിന്റെ സമ്പത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനും നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, ഇങ്ങനെ നിന്റെ മക്കളുടെ മക്കൾ, ഇതെല്ലാം ഈ കീർത്തനത്തിലുണ്ട്. ഇവരെല്ലാവരും ഒത്തുള്ള സന്തോഷമുള്ള സന്തുഷ്ടമായ ഒരു കുടുംബം പണിയാൻ നിനക്കിടയാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദൈവഭയം. രണ്ട്, ദൈവ വഴി. 128:1. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഒന്ന് ദൈവഭയം, രണ്ട് ദൈവ വഴി. ഈ രണ്ട് കാര്യമാണ് ഇതിനുള്ള വഴിയായിട്ട് വെച്ചിരിക്കുന്നത്, ഇതിനുള്ള യോഗ്യതയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം സന്തുഷ്ട കുടുംബത്തിന്റെ രഹസ്യം ദൈവഭയം, ദൈവ വഴി. വിശദീകരിക്കാൻ അടുത്ത ദിവസങ്ങളിൽ ഇതായിരിക്കും ചിന്താവിഷയം. ദൈവഭയം. എന്താ ദൈവഭയം? എന്താ ദൈവഭയം? ഇടി വെട്ടുമ്പം കുരിശു വരയ്ക്കുന്നത് ആണോ ദൈവഭയം? അല്ല, അത് ഇടിയോടുള്ള ഭയമാണ്. ക്യാൻസർ ആണെന്ന് കേൾക്കുമ്പോൾ എന്റെ ദൈവമെന്ന് വിളിക്കുന്നത് ദൈവഭയമല്ല, ക്യാൻസറിനോടുള്ള ഭയമാണ്. വണ്ടി ഇടിക്കുമ്പോൾ ഈശ്വരാന്ന് വിളിക്കുന്നത് വണ്ടി ഇടിയോടുള്ള പേടിയാണ്, ദൈവത്തോടുള്ള ഭയമല്ല. വണ്ടി ഇടിക്കാത്തപ്പോഴും, ഇടി വെട്ടാത്തപ്പോഴും, രോഗം വരാത്തപ്പോഴും, നന്നായിട്ട് കള്ളു കുടിച്ച് മറിയാനുള്ള അവസരം കയ്യിലുള്ളപ്പോൾ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ദൈവഭയം. ഈ ചിന്ത നിങ്ങളെ വേദനിപ്പിക്കുന്നെങ്കിൽ അത് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും വേദനിപ്പിക്കുന്നത്. ഈ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരെ കൂടെ കേൾക്കാൻ ഉത്സാഹിപ്പിക്കുക. വിശേഷാൽ എല്ലാവർക്കും തിരക്കുണ്ടെങ്കിലും രാവിലെ നിങ്ങൾ കുടുംബമായി പറ്റുമെങ്കിൽ സഹോദരിമാർ ഒരു വാക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ അല്പം വെളുപ്പിനെ എഴുന്നേറ്റ്
ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി ഒന്ന് തീർത്തിട്ട് അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് 6:30 മുതൽ 7 വരെ ദയവായി ഈ സന്ദേശം തുടർന്ന് കേൾക്കുക. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവുക. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ നടുവിൽ ഒരു സന്തുഷ്ട കുടുംബം പണിയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കണ്ടവനെൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും